സോ ഗുഡ് ഈവനിങ് എവ്രി വൺ. എനിക്ക് ഈ മീറ്റിംഗ് ഒരു ഇന്ററാക്ഷൻ ആയിട്ട് പോവുകയാണെങ്കിൽ ഐ വുഡ് ബി വെരി ഹാപ്പി ബിക്കോസ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ ഓൺലൈൻ സെഷൻ. ഓൺലൈൻ സെഷനിൽ ഞാൻ മാത്രം സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഇറ്റ് വോണ്ട് ലുക്ക് ദാറ്റ് ഗുഡ്. സോ ഇടയിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ഇഫ് ഐ ആം ആസ്കിങ് സംതിങ് യു ക്യാൻ ആൻസർ. ഐ ഹോപ്പ് ഇറ്റ്സ് ഫൈൻ. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഷെൽ വി സ്റ്റാർട്ട്? ഓക്കെ, ഗ്രേറ്റ്, ഫൈൻ. സോ ഷാഹിർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ഈ സെഷൻ രണ്ട് പാർട്ടായിട്ട് ചെയ്യാം. സോ ഫസ്റ്റ് പാർട്ട് വിൽ ബി അബൌട്ട് മൈ ജേർണി ഇൻ UPSC. പിന്നെ സെക്കൻഡ്, നിങ്ങൾ എല്ലാവരും ഇപ്പോൾ പ്രിലിംസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. സോ ഐ ജസ്റ്റ് ടെൽ വാട്ട് യു ഷുഡ് ഡു അറ്റ് ദിസ് പോയിന്റ്. അല്ല, ഇപ്പോൾ ഒരു 30 days മാത്രമേ ഉള്ളൂ, 1 month ഉള്ളൂ. അപ്പോൾ ഈ 1 month എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ ഞാൻ തരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ. സോ ഫസ്റ്റ് തിങ് അബൌട്ട് മീ, ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് 2017, റൈറ്റ്? 2017 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റ് 2017 തന്നെ ആയിരുന്നു. എൻ്റെ ത്രൂ ഔട്ട് മൈ പ്രിപ്പറേഷൻ ഞാൻ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതിയിട്ടില്ല. ഇറ്റ് വാസ് ഓൾവേസ് വിത്ത് എ ജോബ്. സോ ഞാൻ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചത്. സോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ, ആൻഡ് അനദർ തിങ്, ഐ ഡി ഗോ ഫോർ എനി കോച്ചിങ് ബിക്കോസ് എനിക്ക് കോച്ചിങ് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സോ ഐ ഹാഡ് ടു വർക്ക് ആൻഡ് പ്രിപ്പയർ. സോ ഞാൻ ബുക്കെല്ലാം ഞാൻ തന്നെ വാങ്ങിയിട്ട് യൂസ്ഡ് ഓൺലൈൻ മെറ്റീരിയൽസ് ആൻഡ് പ്രിപ്പയർഡ്. സോ 2017 ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുത്തു, പ്രിലിംസ് ക്ലിയർ ആയി. മെയിൻസിൽ ഐ മിസ്ഡ് ബൈ 7 marks, റൈറ്റ്? ആൻഡ് സെക്കൻഡ് അറ്റംപ്റ്റ് 2018 2018 I couldn't even clear prelims. Right. Then പിന്നെ 2019 തേർഡ് അറ്റംപ്റ്റ് കൊടുത്തു. 2019 അറ്റംപ്റ്റിൽ ഐ ക്ലിയർഡ് പ്രിലിംസ്, മെയിൻസ്, ആൻഡ് ദെൻ വെൻ ടു ഇന്റർവ്യൂ. ആൻഡ് ഇന്റർവ്യൂ, ഐ മീൻ ഐ കുഡൻ ക്ലിയർ ദാറ്റ് അറ്റംപ്റ്റ് ഓൾസോ. ഫൈനൽ മാർക്സ് വന്നപ്പോഴാണ് അറിഞ്ഞത് ഐ മിസ്ഡ് ദ ഫൈനൽ കട്ട് ഓഫ് ബൈ 7 marks അഗൈൻ. സോ അപ്പോൾ കോവിഡ് ടൈം ആയിരുന്നു. സോ ഐ ഡിസൈഡഡ് ദാറ്റ് ഐ ഷുഡ് സ്റ്റോപ്പ് മൈ UPSC പ്രിപ്പറേഷൻ. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫുൾ ടൈം ജോബ് ജോയിൻ ചെയ്യണമെന്നായിരുന്നു. സോ ഞാൻ ജോബ് ജോയിൻ ചെയ്തു. 2020 to 2023 3 years ഞാൻ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഫുൾ ടൈം വർക്കിംഗ്, ഫാക്കൽറ്റി ആയിരുന്നു, ടീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഓൾസോ an അസിസ്റ്റന്റ് മാനേജർ ഇൻ a edutech company and several things. So entire time I was just working. പിന്നെ 2023 പിന്നെയും ഡിസൈഡ് ചെയ്തു എക്സാം ഒരു അറ്റംപ്റ്റ് കൊടുക്കാമെന്ന്. സോ ജോബ് ചെയ്തിട്ട് തന്നെയാണ് അറ്റംപ്റ്റ് കൊടുത്തത്. ആൻഡ് ഐ കുഡൻ ക്ലിയർ മെയിൻസ് അറ്റ് ദാറ്റ് ടൈം. സോ അതിന് എന്താണ് റീസൺ എന്ന് വെച്ചാൽ 3 വർഷത്തിന്റെ ഗ്യാപ്പായി. സോ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ സിലബസ് ഇപ്പോഴും അത് തന്നെയാണ്. ബട്ട് ഓരോ വർഷം ഒരു ചില ചേഞ്ചസ് ഉണ്ടാവും എക്സാമിൽ, എസ്പെഷ്യലി മെയിൻസിൽ. സോ മെയിൻസിന്റെ റൈറ്റിംഗ് പാറ്റേൺ എല്ലാം കുറെ ചേഞ്ചസ് ആയിട്ടുണ്ടായിരുന്നു. സോ ഐ ഡിഡ്ന്റ് ഗെറ്റ് മച്ച് ടൈം ടു റൈറ്റ് ആൻഡ് പ്രാക്ടീസ്. സോ ദാറ്റ് ഇസ് ദ റീസൺ ഐ കുഡൻ ക്ലിയർ 23 മെയിൻസ്. പിന്നെ 24 ഐ മേഡ് എ വെരി ബിഗ് ഡെസിഷൻ. ജോബ് ഒന്നും ചെയ്യില്ല, ഐ വിൽ ജസ്റ്റ് സിറ്റ് ആൻഡ് പ്രിപ്പയർ വൺ ഗുഡ് അറ്റംപ്റ്റ്. സോ 2024 അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടാണ് ഫൈനൽ ആയിട്ട് ഒരു അറ്റംപ്റ്റ് കൊടുക്കാം എന്ന് കൊടുത്തത്. ബട്ട് അറ്റ് ദിസ് പോയിന്റ്, ഇത്രയും കാലം ജോബ് എല്ലാം ചെയ്തിട്ട്, ഇത്രയും പ്രിപ്പറേഷൻ ചെയ്തിട്ട്, 2017 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 2024 ഒരു അറ്റംപ്റ്റിൽ ജോബ് ജോബ് എല്ലാം വിട്ടിട്ട് വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്, എസ്പെഷ്യലി ഫോർ someone who has been working. So I made that decision, and I prepared, and I cleared also. Um, I will be writing again. 25 പിന്നെ എഴുതും. I'll be giving my prelims. And let's see, rank improvement ആയാൽ it's a good thing. So അതുകൊണ്ടാണ് എഴുതുന്നത്. ബട്ട് എനിവേസ് ഗോട്ട് ഇൻ. സോ സിവിൽ സർവീസിൽ ഏതെങ്കിലും ഒരു നല്ല, മോസ്റ്റ് പ്രോബബ്ലി ഐ വിൽ ബി എൻഡിങ് അപ്പ് ഗെറ്റിംഗ് ഇന്ത്യൻ റവന്യൂ സർവീസ്. റവന്യൂ സർവീസ് നല്ല സർവീസ് ആണ്, വെരി പവർഫുൾ, നല്ല സ്കോപ്പ് ഉള്ള സർവീസ് ആണ്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സോ ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. വലിയ ജേർണി ആയിരുന്നു, ഭയങ്കര ലെന്തി ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. ബട്ട് അറ്റ്ലീസ്റ്റ് ഐ ഗോട്ട്
something, right? So this is my journey. I am stopping here. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇവിടെ ഒരു 10-12 പേരുണ്ട്. ഐ തിങ്ക് അറൌണ്ട് 13 members. ഓക്കെ, ലീവിങ് മീ ലെറ്റ് സേ അറൌണ്ട് 12. സോ ഈ 10-12 മെമ്പേഴ്സിനും ഒരു ചില പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ചിലപ്പോ യു വിൽ ഫീൽ വെരി ഫ്രസ്ട്രേറ്റഡ്. ഇത്രയും ലെന്തി ആയിട്ടുള്ള പ്രിപ്പറേഷൻ പ്രോസസ് ആണ്. സോ മോട്ടിവേഷൻ കിട്ടുന്നില്ല, ഇടയിൽ സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തോട്ട്സ് ഒക്കെ നമുക്ക് ഉണ്ടാവും. സോ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്ന് വെച്ചാൽ യു ക്യാൻ ആസ്ക് മീ. ഒരു 10 minutes നമ്മൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഫ്രം 7 o'clock ഐ വിൽ സ്റ്റാർട്ട് ടെല്ലിങ് യു ഹൗ ടു പ്രൊസീഡ് ഫോർ പ്രിലിംസ് 2025. വാട്ട്സ് യുവർ മെന്റാലിറ്റി വെൻ യു റീസ്റ്റാർട്ടഡ് ആഫ്റ്റർ കോവിഡ്? ഓക്കെ. സോ സി 3 വർഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വർക്കിംഗ് ആയിരുന്നു. ഞാൻ വീട്ടിലായിരുന്നില്ല. ഐ വാസ് ഇൻ ബാംഗ്ലൂർ. സോ ആൽമോസ്റ്റ് ഒരു ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ചെയ്യുന്ന ഒരാളുടെ മൈൻഡ് സെറ്റിലായിരുന്നു. ആൻഡ് ആക്ച്വലി ഐ വാസ് ഏർണിംഗ് മച്ച് ബെറ്റർ ദാൻ സിവിൽ സർവീസ് ഓൾസോ. ഞാൻ ഇപ്പോൾ സർവീസിൽ ജോയിൻ ചെയ്താലും അത്ര സാലറി എനിക്ക് കിട്ടില്ല. സോ ഐ വാസ് ഏർണിംഗ് ബെറ്റർ, നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഹാവ് ബീൻ ടീച്ചിങ് ഇൻ മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ നിങ്ങൾക്ക് തന്നെ അറിയാം, സിവിൽ സർവീസ് ടീച്ചിങ്ങിൽ നല്ല സ്കോപ്പ് ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ഡെസിഷൻ. ബട്ട് എന്താണെന്ന് വെച്ചാൽ നോ മാറ്റർ ഹൗ മച്ച് ഐ വാസ് ഏർണിംഗ്, അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. സോ ബിക്കോസ് നമ്മുടെ മൈൻഡ് അങ്ങനെ സെറ്റ് ആയി പോയി. ഫ്രം ദ ബിഗിനിങ് ഐ ഓൾവേസ് വാണ്ടഡ് ടു പ്രിപ്പയർ ഫോർ സിവിൽ സർവീസ്. ഐ വാണ്ടഡ് ടു ബി എ സിവിൽ സർവൻറ്റ്. ആൻഡ് ട്രസ്റ്റ് മീ, സിവിൽ സർവീസിൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. To be very honest, the respect, power, and നമ്മള് our contribution towards the nation. സോ ഇതെല്ലാം മറ്റുള്ള ഒരു ജോബിലോ ഒരു ബിസിനസ്സിലോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇതെല്ലാം ആലോചിച്ചിട്ടാണ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ബിക്കോസ് 3 വർഷം ബുക്ക് ഒന്നും ടച്ച് ചെയ്യാതെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഇതേ ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല. ബട്ട് മെയിൻസ് ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോൾ ആ ഡിഫിക്കൽട്ടി നന്നായിട്ട് ഫീൽ ചെയ്തു. ബിക്കോസ് നമ്മൾ പെന്നൊന്നും എടുക്കാറില്ല, എല്ലാം ഓൺലൈനിലാണ് ചെയ്യുന്നത്. സോ 3-4 വർഷം പെന്നൊന്നും ടച്ച് ചെയ്യാതെ പെട്ടെന്ന് എഴുതണമെന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. Difficulty is always there, but that's what motivates you also, right? ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ഹാർഡ്ഷിപ്പ് ഫേസ് ചെയ്യുന്നുണ്ട്, പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഓവർകം ചെയ്തിട്ട് വരുന്നതിനല്ലേ സക്സസ്. സോ ദാറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. ഹൗ ടു റിവൈസ് ഇൻ ദിസ് ലാസ്റ്റ് മൊമെന്റ്, ഐ ടെൽ യു ആദർശ്. അത് നമ്മൾ ലാസ്റ്റ് 30 days എന്താണ് ചെയ്യാന്നുള്ളത് ഞാൻ പറയാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ല, പേഴ്സണലി ഇഫ് യു ആർ ഫേസിങ് സം പ്രോബ്ലംസ്, മോട്ടിവേഷൻ ഇല്ല, പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം. വി ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ് ഫോർ എ ലിറ്റിൽ വൈൽ. നൗ സി, ഞാൻ 5 അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് 5-ല് 4 പ്രാവശ്യം ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ടു ബി വെരി ഓണസ്റ്റ്, ഇതുവരെ ഞാൻ ഒരു പ്രാവശ്യം പോലും പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം പോലും പ്രിലിംസ് ടെസ്റ്റ് സീരീസ് എവിടെയും ജോയിൻ ചെയ്തിട്ടില്ല. ഓൾ ഐ യൂസ് ടു ഡു ഇസ് റീഡ് ദ കണ്ടന്റ് വെരി ക്ലിയർലി. റൈറ്റ്? നമ്മള് ഒരു എക്സാം ആണ് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെ? ഇവിടെ നമ്മൾ നോളേജ് ഒന്നും അപ്രോച്ച് ചെയ്യുന്നില്ല. നോളേജ് ഇസ് എ പാർട്ട് ഓഫ് ദിസ് പ്രോസസ്. നമ്മുടെ ടാർഗറ്റ് എന്താന്ന് പറഞ്ഞാൽ എക്സാം ക്ലിയർ ആണ്. ആ ക്ലിയർ ചെയ്യാന് നമുക്ക് ആവശ്യമുള്ള നോളേജ് നമ്മൾ എടുക്കുന്നു. ബട്ട് വി ആർ നോട്ട് ഗോയിങ് ടു ബിക്കം എക്സ്പേർട്ട് ഇൻ എനിത്തിങ്. അവർക്കും ആവശ്യമില്ല. എക്സ്പെർട്ടീസ് എല്ലാം അവർ ട്രെയിനിങ് സമയത്ത് നമുക്ക് കൊടുത്തോളും. സോ അവർക്ക് എക്സ്പേർട്സിന് ആവശ്യമില്ല. ദേ ജസ്റ്റ് നീഡ് പീപ്പിൾ ഹു വിൽ ഡു എ ടാസ്ക്. സോ എക്സാമിന്റെ പ്രോസസ് എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ എക്സാമിന്റെ എയിം എന്താന്ന് വെച്ചാല്, ദേ വാണ്ട് ടു സെലക്ട് 1000 candidates പെർ ഇയർ. ഈ 1000 candidatesന് എന്താണ് ക്വാളിറ്റി വേണ്ടത് എന്ന് വെച്ചാല്, ദേ ഷുഡ് ബി ഓണസ്റ്റ്, ദേ ഷുഡ് ബി ഹാർഡ് വർക്കിംഗ്, ദേ ഷുഡ് ബി സ്മാർട്ട് ആൻഡ് ഓൾ ദീസ് തിങ്സ്. ഇതെല്ലാം ഇന്റർവ്യൂ സ്റ്റേജിൽ അവർ ചെക്ക് ചെയ്യും. പ്രിലിംസ് സ്റ്റേജിൽ അവർ എന്താണ് ചെക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാല്, നിങ്ങളുടെ കയ്യിൽ ഒരു ടാസ്ക് കൊടുത്താല് അത് പെർഫെക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ. നിങ്ങളുടെ ടാസ്ക് എന്താണ് എന്ന് വെച്ചാൽ, യു ഷുഡ് ബി
getting above the cutoff marks. You should cross the border. That's what they are checking in prelims. മെയിൻസിൽ എന്താണ് ചെക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഷെഡ്യൂൾ, ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള വർക്ക് കൊടുത്താലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ ഇല്ല. സോ അതുകൊണ്ടാണ് അവർ എക്സാം എല്ലാം റൈറ്റിംഗ് ആയിട്ടും രാവിലെ ഒരു 3 hours, ഈവനിങ് ഒരു 3 hours ഇരുന്ന് എഴുതാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരാളാണോ എന്ന് നോക്കുന്നത്. ആൻഡ് മാനേജിങ് മൾട്ടിപ്പിൾ തിങ്സ് അറ്റ് എ ടൈം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ. സോ ഇതാണ് അവർ ചെക്ക് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടോക്കിംഗ് അബൌട്ട് പ്രിലിംസ്. പ്രിലിംസിന് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് യു ഷുഡ് നോ ഹൗ ദേ ആർ ആസ്കിങ് ദ ക്വസ്റ്റ്യൻസ്. എല്ലാവരും പറയും പ്രിലിംസിൽ എന്ത് വേണമെങ്കിൽ വരാം, എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും വരാം, എന്ത് ടോപ്പിക് വേണമെങ്കിലും വരാം എന്നൊക്കെ. ബട്ട് ഞാൻ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ദ തിങ് ഈസ് എവറിത്തിങ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു ഇൻ ദ ഫോം ഓഫ് PYQs. ലാസ്റ്റ് 10 വർഷത്തിന്റെ PYQs നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഏത് ഫോർമാറ്റിലാണ് അവർ ക്വസ്റ്റ്യൻസ് എടുക്കുന്നതെന്ന്. ബേസിക് തിങ്, 80% ഓഫ് ദ ക്വസ്റ്റ്യൻസ്, 75 to 80% ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ സ്റ്റാറ്റിക്. ഒരു കറന്റ് അഫയേഴ്സും പഠിക്കാതെ കംപ്ലീറ്റ് സ്റ്റാറ്റിക് നോളജും സ്റ്റാറ്റിക്കിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയും ഉണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ക്ലിയർ ഇറ്റ്. ഐ ക്യാൻ ടെൽ ദിസ് വിത്ത് 100% ഗ്യാരണ്ടി. അതുകൊണ്ടാണ് കുറെ കാൻഡിഡേറ്റ്സിനെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം, ദേ വിൽ ബി അറ്റൻഡിങ് ഇന്റർവ്യൂവിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, പിന്നെ അഗൈൻ ദേ വിൽ അറ്റൻഡ് പ്രിലിംസ്. അപ്പോൾ ഇന്റർവ്യൂ ഫൈനൽ റിസൾട്ട് കഴിഞ്ഞിട്ട് പ്രിലിംസിന് വരുമ്പോൾ യു വിൽ ഹാവ് ജസ്റ്റ് 30 days. ഈ 30 ദിവസത്തിൽ അവർ എങ്ങനെയാണ് എല്ലാ കറന്റ് അഫയേഴ്സും പഠിക്കാൻ പറ്റുക? അവർക്ക് പഠിക്കാൻ പറ്റില്ല. സോ ദാറ്റ് മീൻസ് ദെയർ സ്റ്റാറ്റിക് നോളജ് ഇസ് വെരി ഹൈ, കോൺസെപ്റ്റ്സിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പോ ഉള്ള ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ഐ എം പ്രിറ്റി ഷുവർ യു ഹാവ് completed your syllabus and everything. But what I would advise is take the most important subjects: polity, geography, economy, modern history, പിന്നെ environment. Right? ഈ 5 subjects എടുക്കുക. You get more static questions, conceptual questions from these subjects. അല്ലെ? സോ ഇതെടുത്തിട്ട് ഈ 5 സബ്ജക്റ്റും നന്നായിട്ട് റിവൈസ് ചെയ്യുക. Just don't focus on the facts. കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ അടുത്ത കാലത്തായിട്ട് അധികം സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ യു നീഡ് വെരി ഗുഡ് ക്ലാരിറ്റി. റൈറ്റ്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 5 കോർ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിൽ എല്ലാ കോൺസെപ്റ്റ്സും ക്ലിയർ ആയിട്ട് വെക്കുക. ട്രൈ ടു ഗെറ്റ് ദ മാക്സിമം ഔട്ട് ഓഫ് ദീസ് സബ്ജക്ട്സ്. ഇപ്പോൾ പോളിറ്റിയിൽ നിന്ന് ഒരു 15 ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ യു ഷുഡ് ബി കോൺഫിഡൻറ്റ് ദാറ്റ് 15-ൽ മിനിമം 13 ക്വസ്റ്റ്യൻസ് ഞാൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. സോ അങ്ങനത്തെ ഒരു ക്ലാരിറ്റി വേണം. സോ ദ സെയിം വിത്ത് ഇക്കോണമി ആൻഡ് ജോഗ്രഫി, പിന്നെ മോഡേൺ ഹിസ്റ്ററി, എൻവയൺമെന്റിൽ കറന്റ് അഫയേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ബട്ട് എൻവയൺമെന്റിന്റെ വെയിറ്റേജ് കൂടുതലാണ്. സോ ഫോർ എക്സാമ്പിൾ എൻവയൺമെന്റ് ഒരു ലെറ്റ്സ് സേ ഒരു 8 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 4 ക്വസ്റ്റ്യൻസ് വിൽ ബി കോൺസെപ്ച്വൽ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വിൽ ബി കറന്റ് അഫയേഴ്സ് ബേസ്ഡ്. സോ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണോ വരുന്നത് അത് ക്ലിയർ ആയിട്ട് ഇത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ആൻഡ് കറന്റ് അഫയേഴ്സ് ഇനി പുതിയതായിട്ടൊന്നും പഠിക്കണ്ട എന്നുള്ളതാണ് ഞാൻ പറയുക. ഇത്ര കാലം എന്താണോ പഠിച്ച് വെച്ചിട്ടുള്ളത്, അല്ല നോട്ട്സ് എടുത്ത് വെച്ചിട്ടുള്ളത്, അതിനെ ഒന്ന് റിവൈസ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. കറന്റ് അഫയേഴ്സ് ഈസ് കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ. സോ ഒരു കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ എക്സ്പെർട്ടീസ് എടുക്കാൻ പറ്റില്ല ആൻഡ് പാടില്ല. റൈറ്റ്, അൺലെസ് യു ഹാവ് എക്സലന്റ് മെമ്മറി കപ്പാസിറ്റി. സോ ഒരു ചില സ്റ്റുഡൻസ് ഉണ്ടാവും, അവരുടെ IQ ലെവൽ ഭയങ്കര എക്സ്ട്രീംലി ഹൈ ആയിരിക്കും ആൻഡ് ദേ വിൽ ബി ഏബിൾ ടു റിമെമ്പർ ഈച്ച് ആൻഡ് എവറി ഫാക്ട്, ഡീറ്റെയിൽസ് ആൻഡ് എവറിഥിങ്. ദേ ആർ എക്സെപ്ഷൻ. അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് യു റീഡ് എവറിഥിങ്. You will be able to score around 140, 150 in prelims. Great. But അതെല്ലാം exceptional cases ആണ്. Most of the students are average students, right? സോ എനിക്ക് പറ്റില്ല, ഐ കാൺട്ട് റിമെമ്പർ ഓൾ ദോസ് തിങ്സ്. സോ ഞാൻ എന്താണ് ചെയ്യുക, ഐ വിൽ ഫോക്കസ് മോർ ഓൺ കോൺസെപ്റ്റ്സ്. അതാണ് എനിക്ക് മെയിൻസിലും ഹെൽപ്പ് ചെയ്യുക. മെയിൻസിൽ ആൻസർ റൈറ്റിംഗ് എഴുതുമ്പോഴും കോൺസെപ്റ്റ്സ് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് എഴുതണം. ഫാക്ട്സ് ആൻഡ് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യണം, ബട്ട് ദാറ്റ്സ് ഫോർ വാല്യൂ അഡീഷൻ. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യണമെങ്കിൽ യു ഷുഡ് ബി ഫോക്കസിങ് ഓൺ കോൺസെപ്റ്റ്സ്.
സോ നെക്സ്റ്റ് 30 days അധികം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണ്ട. You can attend full length test, maybe two full length test in a week. And last 1 week ഒരു ടെസ്റ്റും അറ്റൻഡ് ചെയ്യണ്ട. ഫുൾ ലെങ്ത് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. യു ക്യാൻ അനലൈസ് യുവർ കോപ്പി, സൊല്യൂഷൻസ് എടുത്തിട്ട് ടെസ്റ്റിന്റെ പെർഫോമൻസ് വെച്ചിട്ട് അനലൈസ് ചെയ്യുക. ദിസ് ഇസ് വൺ തിങ് യു ക്യാൻ ഡു. PYQs റെഗുലർ ആയിട്ട് നോക്കുക. PYQs നോക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ക്വസ്റ്റ്യനും ആൻസറും നോക്കുകയല്ല. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ ഏതെങ്കിലും ഒരു ഏൻഷ്യൻ സ്കോളറിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്ന് പറയാം. ലെറ്റ്സ് സേ അക്ബറിന്റെ കോർട്ടിലുള്ള ഒരു പോയറ്റിനെ കുറിച്ച് താൻസൻ, ലെറ്റ്സ് സേ അയാളിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്ന് പറയാം. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ അക്ബറിന്റെ ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന, അക്ബറിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കോളേഴ്സ് ആരൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണ്, അത് ഒരു റീഡിങ് കൊടുക്കുക. റൈറ്റ്. സോ ലാസ്റ്റ് 10 yearsന്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു, ഐ മീൻ യു വിൽ ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ആൻഡ് യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ടോപ്പിക്സ് റിപ്പീറ്റ്, ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവില്ല, ബട്ട് ടോപ്പിക്സ് റിപ്പീറ്റ് ആവും. സോ ഒരു നല്ല ഒരു ക്ലാരിറ്റി കിട്ടും. ആൻഡ് യു വിൽ ബി ഫോക്കസിങ് ഓൺ സ്പെസിഫിക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. ദാറ്റ് ഇസ് വൺ തിങ്. ഡെയിലി മേ ബി ഒരു 1 hour അതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്യാം. വീക്ക്ലി 2 ഫുൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അതിന്റെ ആൻസേഴ്സ് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യാം. സ്റ്റാറ്റിക് സബ്ജക്ട്സ് നല്ല ക്ലിയർ ആയിട്ട് റിവൈസ് ചെയ്യാം. കറന്റ് അഫയേഴ്സ് ബേസ്ഡ് സബ്ജക്ട്സും കറന്റ് അഫയേഴ്സ് നോട്ട്സും ഒരു പ്രാവശ്യം പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യാം. ആൻഡ് ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ് അറ്റ് ദിസ് പോയിന്റ്. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇപ്പൊ മാത്രമല്ല, എക്സാമിനും സ്ട്രെസ് ആവരുത്. എക്സാമില് ഞാൻ ഫസ്റ്റ് ടൈം 2017 എക്സാം എഴുതിയപ്പോൾ, ദാറ്റ് വാസ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഫസ്റ്റ് ഫസ്റ്റ് 15 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യനും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ഇറ്റ് മസ്റ്റ് ബി ബിക്കോസ് ഓഫ് ദ പ്രഷർ. സോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കുകയാണ്, ഒരു ക്വസ്റ്റ്യനും ആൻസർ അറിയില്ല, അതായത് ക്ലിയർ ആയിട്ടുള്ള ആൻസർ അറിയില്ല. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ 2 ഓപ്ഷൻ അങ്ങനെ. സോ ഞാൻ 15 ക്വസ്റ്റ്യൻസ് നോക്കി, ഒരു പോസ് എടുത്തു, ജസ്റ്റ് ക്ലോസ്ഡ് മൈ ഐസ്, മെഡിറ്റേറ്റഡ് ഫോർ 1 or 2 minutes, പിന്നെ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കുറച്ചായിട്ട് ഓരോ ക്വസ്റ്റിന്റെ ആൻസർ ഐ വാസ് ഏബിൾ ടു അറ്റൻഡ്. ആൻഡ് ഐ ഗോട്ട് വെരി ഗുഡ് മാർക്സ്. ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഐ തിങ്ക് കട്ട് ഓഫ് വാസ് അറൌണ്ട് 108 ഓർ സംതിങ് ആ ടൈമിൽ. ആൻഡ് ഐ സ്കോർഡ് അബവ് 120, 124 or 125. Right. So, and last 5 minutes, I think I solved around 10 questions. Last 5 minutes. Uh, so that shows that, until the end, don't be stressed. സ്ട്രെസ്സോ ടെൻഷനോ ആവാൻ പാടില്ല. നിങ്ങൾ ഫസ്റ്റ് 1 hour അധികം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അടുത്ത നെക്സ്റ്റ് hour യു ക്യാൻ സോൾവ്. ബട്ട് ജസ്റ്റ് ദാറ്റ് ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ് ഓർ ടെൻഷൻ. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് സൈക്കിൾ വെക്കുക. ഉറക്കം കളഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു യൂസും ഇല്ല. യുവർ മെമ്മറി വിൽ ഗെറ്റ് അഫക്റ്റഡ് ഇഫ് യു ഡോണ്ട് സ്ലീപ്പ് വെൽ. സോ നന്നായിട്ട് ഉറങ്ങുക. പ്രോപ്പർ അറൌണ്ട് 6 hours മിനിമം യു ഷുഡ് സ്ലീപ്പ്. ഹാവ് ഗുഡ് ഫുഡ്. ആവശ്യമുള്ള പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നൗ ഓൾ യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് റിവൈസ്. സോ റിവൈസ് ചെയ്യാം ആൻഡ് യു വിൽ റീച്ച് ദർ. ദാറ്റ്സ് ഇറ്റ്. റൈറ്റ്. സോ ബേസിക്സ് ഇത്രേ ഉള്ളൂ. പ്രിലിംസ് പ്രിലിംസ് ഇസ് നോട്ട് എ വെരി ഡിഫിക്കൽട്ട് പാർട്ട്. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ യു ക്യാൻ ഈസിലി ക്ലിയർ. ദാറ്റ്സ് ഇറ്റ്. അനദർ തിങ്, CSAT. സോ CSATനെ ഈസി ആയിട്ട് എടുക്കരുത്. 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഡിഫിക്കൽട്ട് അല്ല, കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. സോ ലോട്ട് ഓഫ് പീപ്പിൾ കുഡൻ ക്ലിയർ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹീസ് ആൻ IPS ഓഫീസർ. റാങ്ക് ഇംപ്രൂവ്മെന്റിന് വേണ്ടി 2023 അറ്റംപ്റ്റ് എഴുതിയതാണ്. CSATൽ കിട്ടിയിട്ടില്ല. സോ ഒരു IPS ഓഫീസർ ആയിട്ടുള്ള ഒരാൾ CSATൽ ക്ലിയർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് ഹി ഹാസ് ടേക്കൻ CSAT വെരി സിമ്പിൾ. സോ അയാളുടെ മൈൻഡിൽ എന്താണെന്ന് വെച്ചാൽ CSAT അല്ല ഞാൻ. ഓക്കെ, ഈവൻ ഐ നെവർ പ്രിപ്പയർ CSAT. ഞാൻ ഐ ആം എൻ എഞ്ചിനീയർ. സോ എനിക്ക് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എല്ലാം I'm an expert in it, so I never prepared CSAT at any point. ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് പോയിട്ട് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ.
ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഐ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് ഇസ് വെരി ഈസി, സോ ഐ ഡയറക്ട്ലി ഗോ ഫോർ ഇറ്റ്. ബട്ട് ദാറ്റ്സ് ആസ് ഐ ടോൾഡ്, ഇറ്റ്സ് ആൻ എക്സെപ്ഷൻ. സോ എന്റെ എക്സ്പെർട്ടീസ് അതിലാണ്. സോ അത് എനിക്ക് അറിയാം, ദാറ്റ്സ് മൈ സ്ട്രോങ് പോയിന്റ്. സോ അതിൽ ഞാൻ അധികം സമയം കളയേണ്ട ആവശ്യമില്ല. ബട്ട് നമുക്കതിൽ എക്സ്പെർട്ടീസ് ഇല്ല എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സോ അറ്റ്ലീസ്റ്റ് സെലക്ടഡ് ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യുക. മോസ്റ്റ്ലി ഞാൻ മെന്റർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കട്ടെ, ഞാൻ ഗൈഡൻസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കട്ടെ, എല്ലാവർക്കും പ്രശ്നമുള്ളത് ആപ്റ്റിറ്റ്യൂഡ് ആണ്. കോംപ്രിഹെൻഷൻ മോസ്റ്റ്ലി എല്ലാവരും സോൾവ് ചെയ്യും. റീസണിങ് ഈസ് വെരി ഈസി, സോ അതും സോൾവ് ചെയ്യും. ആപ്റ്റിറ്റ്യൂഡിലാണ് പ്രശ്നമുള്ളത്. സോ ആപ്റ്റിറ്റ്യൂഡിന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. നോക്കിയിട്ട് ഒരു ചില ടോപ്പിക്സ് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, റൈറ്റ്? സോ ഈ റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുക. ആ ടോപ്പിക്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് ഒരു സൈഡ്, ഒരു ഒന്നോ രണ്ടോ ഫുൾ ലെങ്ത് ടെസ്റ്റ് സിസാറ്റിന്റെ അറ്റൻഡ് ചെയ്യണം. അതിൽ അറ്റൻഡ് ചെയ്തിട്ട് ഇഫ് യു ആർ ഏബിൾ ടു സ്കോർ 80+, റൈറ്റ്, ഓർ അറൌണ്ട് 80, ദെൻ യു ആർ ഗുഡ്. നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് 80ക്കും താഴെയാണ് വരുന്നതെന്ന് വെച്ചാൽ യു നീഡ് ടു മേക്ക് സം ചേഞ്ചസ്. പെട്ടെന്ന് സിസാറ്റ് ഡിഫിക്കൽട്ട് ആയിട്ട് വന്നാൽ എന്താണ് ചെയ്യുക? യു വിൽ ലൂസ്. സോ അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, യു ഹാവ് ടു ബി എ ലിറ്റിൽ കെയർഫുൾ. സിസാറ്റും ഇഗ്നോർ ചെയ്യാതെ പ്രിപ്പയർ. ദാറ്റ്സ് സംതിങ് വിച്ച് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. പ്രിലിംസ് ആയാലും ശരി, മെയിൻസ് ആയാലും ശരി, ഇന്റർവ്യൂ ആയാലും ശരി, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. സോ എന്റെ സ്ട്രെങ്ത് എസ് എ ആണ്. ഐ വാസ് വെരി ഗുഡ് ഇൻ എസ് എ. സ്കൂൾ ടൈമിലാവട്ടെ, കോളേജ് ടൈമിലാവട്ടെ, ഐ ലൈക്ക് റൈറ്റിംഗ്. എനിക്ക് നന്നായിട്ട് കോട്ട്സ് എഴുതാൻ പറ്റും, നന്നായിട്ട് സ്റ്റോറീസ് എഴുതാൻ പറ്റും, നന്നായിട്ട് പോയംസ് എഴുതാൻ പറ്റും. സോ ഐ വാസ് വെരി കോൺഫിഡൻറ്റ് ഓൺ ദ എസ് എ പാർട്ട്. സോ ഐ നെവർ പ്രിപ്പയർഡ് ഫോർ എസ് എ, റൈറ്റ്? ബട്ട് ഈവൻ ദെൻ ആഴ്ചയിൽ ഒരു എസ് എ എങ്കിലും ഞാൻ എഴുതി പ്രാക്ടീസ് ചെയ്യും. സോ ദാറ്റ് ഈസ് വൺ തിങ് ഐ ഡിഡ്. ജി എസ് പേപ്പേഴ്സ്, 4 ജി എസ് പേപ്പേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പേപ്പറിൽ ഹിസ്റ്ററി, ജോഗ്രഫി പോലെ ഉള്ള സബ്ജക്ട്സിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. പ്രിലിംസിന് എന്താണോ പ്രിപ്പയർ ചെയ്തത് അത് മാത്രം കൊണ്ടാണ് പോയത്. ബിക്കോസ് സിലബസ് ഇസ് വെരി വാസ്റ്റ്. നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചർ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് നോട്ട്സ് ഒന്നും എഴുതാൻ പറ്റില്ല. സോ ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി, ഇതുപോലത്തെ സബ്ജക്ട്സിന് ഞാൻ സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഐ ജസ്റ്റ് വെന്റ് വിത്ത് പ്രിലിംസ് പ്രിപ്പറേഷൻ. മറ്റുള്ള ടോപ്പിക്സ്, ഫോർ എക്സാമ്പിൾ GS2, GS3 ആൻഡ് GS4. GS1-ലത്തെ സൊസൈറ്റി പാർട്ട്, റൈറ്റ്? സോ ഇങ്ങനത്തെ സബ്ജക്ട്സിന് ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഐ മെയ്ഡ് എ നോട്ട് ഫോർ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്. സിലബസ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് UPSC. അതിൽ ഓരോ വേർഡ് ആയിട്ട് എടുക്കുക, ഓരോ വേർഡിനെയും സെപ്പറേറ്റ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. മേക്ക് എ മിനിമം ഓഫ് 4 പേജ് നോട്ട്സ്. എങ്ങനെയാന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഐ ടെൽ യു, ദർ ഇസ് എ ടോപ്പിക് കോൾഡ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ഇൻ GS3. സോ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ, ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീനെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഹൗ വിൽ ഐ റൈറ്റ് ദ ഇൻട്രൊഡക്ഷൻ? സോ ഞാൻ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി ഈസ് വൺ ഓഫ് ദ സൺഷൈൻ ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ. ഇതിന്റെ ഗ്രോത്ത് പെർസെൻറ്റേജ് എന്താന്ന് വെച്ചാൽ 10% per annum. സോ റൈറ്റ് സം ഫാക്ട് ഓൾസോ. സോ മേക്ക് എ ഗുഡ് ഇൻട്രൊഡക്ഷൻ. പിന്നെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് എടുക്കുക. പ്രസന്റ് സ്റ്റേജ് ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ, റൈറ്റ് 5-6 പോയിന്റ്സ് അണ്ടർ ഇറ്റ്. Problems faced by food processing industries in India, write 5-6 points under it. Schemes എന്തൊക്കെയാണുള്ളത്, അതിന്റെ താഴെ ഒരു 4-5 സ്കീംസ് എഴുതുക. പിന്നെ ഫ്യൂച്ചർ മെഷേഴ്സ് റിക്വയർഡ്, വേ ഫോർവേഡ് ആൻഡ് കൺക്ലൂഷൻ. ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക ഫോർ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്. കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുവാണെങ്കിൽ യു ക്യാൻ റിവൈസ് ഇറ്റ് 3-4 ടൈംസ്. പോയിന്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. യു ക്യാൻ ഈസിലി ഗോ ആൻഡ് എക്സിക്യൂട്ട് ഇൻ യുവർ ആൻസർ കോപ്പി. സോ മെയിൻസിൽ കോമ്പറ്റീഷൻ ഈസ് വെരി ഹൈ, എക്സ്ട്രീംലി ഹൈ. എന്താന്ന് പറഞ്ഞാല് മെയിൻസ് എഴുതുന്ന എല്ലാവരും എക്സ്പെർട്സ് ആണ്, എല്ലാവരും ഭയങ്കര ഇന്റലിജന്റ് ആണ്, എല്ലാവരും ഭയങ്കര ടാലന്റഡ് ആണ്. സോ അവിടെയാണ് കോമ്പറ്റീഷൻ കൂടുതലുള്ളത്. പ്രിലിംസ് ഇസ് പ്രിറ്റി prelims might be difficult and everything, but if you ask me, I'll tell it's not that difficult. The difficulty level is actually in mains, right? And daily
3 hours you should write. You should write. Optional paper, optional ആവട്ടെ അല്ല GS ആവട്ടെ, just take some previous year questions or join test series, do whatever you want, but you have to write because you need to write in such a speed and for such a long time with good handwriting, with good clarity. That means you have to write a lot, right? So that is something which is important. And focus should be on essay, ethics, and optional. These three subjects. ഇത് മൂന്നിലും നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാം. GS സ്കോർ ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ബട്ട് ഈ മൂന്ന് സബ്ജക്റ്റിൽ നിങ്ങൾ നന്നായിട്ട് സ്കോർ ചെയ്യാം. So you should focus more on these subjects. Write very well and okay, മാത്യു മെയിൻസ് ടെസ്റ്റ് സീരീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ സർ? ആ, മെയിൻസ് ടെസ്റ്റ് സീരീസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. യെസ്. പ്രിലിംസിന് ഞാൻ പറഞ്ഞില്ലേ, പ്രിലിംസിന് ഐ നെവർ ജോയിൻഡ് എനി ടെസ്റ്റ് സീരീസ്. But for mains, absolutely test series is required because you have to write and you have to write in certain pattern and you have to write well. അത് കാണുമ്പോൾ അവർക്ക് ഓക്കെ ദേ ഷുഡ് ഫീൽ ലൈക്ക് നല്ല ഒരു കാൻഡിഡേറ്റ് ആണ്, നല്ല നോളജ് ഉള്ള കാൻഡിഡേറ്റ് ആണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്. സോ അങ്ങനെ തോന്നണം. സോ ഇതെല്ലാം ഇങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് വരണമെന്നാണെങ്കിൽ യു ഷുഡ് റൈറ്റ് അല്ലോ. മെത്തേഡ് ഫോർ സ്ട്രെസ് മാനേജ്മെന്റ്. സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ളത്, see, it is very personal and it changes according to people. എൻ്റെ ഹോബി ആണ് watching movies and I do such certain other things also. So what I do is I'll do my hobby. So എനിക്ക് സ്ട്രെസ് ആവുന്നുണ്ടെന്ന് വെച്ചാൽ ഐ ക്ലോസ് മൈ ബുക്സ് ആൻഡ് എവറിത്തിങ്. ഞാൻ പോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യും, പുറത്തേക്ക് പോകും. ഐ ടേക്ക് മൈ ബൈക്ക്, ഗോ ഫോർ എ റൈഡ്. ഭയങ്കര സ്ട്രെസ് ആവുകയാണെങ്കിൽ ഐ ജസ്റ്റ് ടേക്ക് എ റെസ്റ്റ് ഫോർ 2 days. എവിടെയെങ്കിലും പോയിട്ട് വരാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് യു. A lot of people will tell meditate. So meditate ചെയ്യുമ്പോൾ your mind will get relaxed and everything. And one most important point I will tell, overthinking പാടില്ല. സി, നമ്മൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിലിംസ് മെയിൻസ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. ടു ബി വെരി ഓണസ്റ്റ്, യു ഹാവ് ടു പ്രിപ്പയർ ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ് അറ്റ് ദ സെയിം ടൈം. ബട്ട് പ്രിലിംസ് സ്റ്റേജ് പോലും എഴുതിയിട്ടില്ല. ബട്ട് ഞാൻ ഫൈനൽ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുകയാണെന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് ഗോയിങ് ടു ക്ലിയർ പ്രിലിംസ്, റൈറ്റ്? ബിക്കോസ് അതിൽ സ്ട്രെസ് ഇങ്ങനെ കൂടി കൂടി വരും. സോ ഫസ്റ്റ് ടേക്ക് വൺ ടാസ്ക് അറ്റ് എ ടൈം. പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ പ്രിലിംസ് മെയിൻസ് എല്ലാം ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാം. ബട്ട് യുവർ ഫസ്റ്റ് ഫോക്കസ് ഇസ് ക്ലിയറിംഗ് പ്രിലിംസ്. അത് ക്ലിയർ ചെയ്യുക. ഓർ ഡെയിലി ടാർഗറ്റ് വെക്കുക. ഡെയിലി ടാർഗറ്റ് വെക്കുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ ഈ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, ഐ ഹാവ് അച്ചീവ്ഡ് സംതിങ്. സോ വെൻ യു ഫീൽ ദാറ്റ്, യു ഗെറ്റ് സ്ട്രെസ്ഡ്. ആൻഡ് എന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ എക്സാം ഇത്ര സ്ട്രെസ്ഫുൾ ആവാനുള്ള കാരണം എന്താന്ന് വെച്ചാല് സിവിൽ സർവീസ് ഇസ് എ വെരി സ്ട്രെസ്ഫുൾ ജോബ്. സോ ദേ നീഡ് പീപ്പിൾ ഹു ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ്. എത്ര ടെൻഷനുള്ള സ്റ്റേജ് ആണെങ്കിലും എത്ര പ്രശ്നങ്ങൾ വന്നാലും ഈസി ആയിട്ട് സ്ട്രെസ് ആവാതെ മാനേജ് ചെയ്യുന്ന ആളായിരിക്കണം. സോ അതുകൊണ്ടാണ് എക്സാം ഇത്ര ഹെക്ടിക് ആയിട്ടും ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടും സെറ്റ് ചെയ്യാനുള്ള ഒരു കാരണം. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് ട്രൈ ടു വർക്ക് ഓൺ യുവർ സ്ട്രെസ്, റൈറ്റ്? ബ്രേക്ക് എടുക്കാം, ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ആൻഡ് 2 മണിക്കൂറിന് മേലെ ഇരുന്ന് പഠിക്കുന്നത് ഒരു നല്ലൊരു ഇതല്ല. സോ വാട്ട് ഐ ജനറലി ഡു ഇസ് ഐ റീഡ് ഫോർ 2 hours. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഐ ടേക്ക് എ ബ്രേക്ക് ഓഫ് ഹാഫ് ആൻ അവർ. ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും, ഐ ടേക്ക് എ വാക്ക് ഓർ സംതിങ്. പിന്നെ വന്നിട്ട് പിന്നെ ഇരുന്ന് 2 hours പഠിക്കും. സോ യു ക്യാൻ റീഡ് ഫോർ 10 hours, 12 hours, ബട്ട് യു നീഡ് ദാറ്റ് ബ്രേക്ക്. ഹാഫ് ആൻ അവർ ബ്രേക്ക് വേണ്ടെങ്കിൽ 15 minutes ബ്രേക്ക് ആവും, 10 minutes ബ്രേക്ക് ആവും, ബട്ട് യു നീഡ് ഇറ്റ്, റൈറ്റ്? So just do these small things and your stress level will be gone. You don't have to worry. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഓപ്ഷണൽ സബ്ജക്ട്. എൻ്റെ ഓപ്ഷണൽ ആന്ത്രപ്പോളജി ആണ്. ആൻഡ് ഈവൻ ഫോർ ആന്ത്രപ്പോളജി ഐ പ്രിപ്പയർഡ് ഓൺ മൈ ഓൺ. ഐ ആം എ സിവിൽ എഞ്ചിനീയർ. എനിക്ക് ആന്ത്രപ്പോളജിയിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ബട്ട് ഐ ലൈക്ക് ബയോളജി. സോ ഐ ജസ്റ്റ് പ്രിപ്പയർഡ് ഓൺ മൈ ഓൺ. ടോപ്പേഴ്സിന്റെ സ്ട്രാറ്റജീസ് നോക്കി, പ്രീവിയസ് ഇയർ ടോപ്പേഴ്സ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി, അവരുടെ ആൻസർ കോപ്പീസ് ഡൗൺലോഡ് ചെയ്തു. എല്ലാം കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുള്ള ബുക്ക് വാങ്ങി ആൻഡ് ഐ പ്രിപ്പയർഡ് ഓൺ മൈ ഓൺ നോട്ട്സ്. കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്തു, പേഴ്സണലൈസ്ഡ് നോട്ട്സ്. ദാറ്റ്സ് ഇറ്റ്. ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്തു. ബിഫോർ മെയിൻസ് ഐ ജോയിൻ ദ ടെസ്റ്റ് സീരീസ്.
ഞാൻ പറഞ്ഞതുപോലെ മെയിൻസിൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ യു നീഡ് ടു ടേക്ക് എ ഗുഡ് ടെസ്റ്റ് സീരീസ്. യു നീഡ് ടു ജോയിൻ എ ടെസ്റ്റ് സീരീസ്. ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണം. നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഫാക്കൽറ്റീസ് ഉണ്ടാവും. അവരുടെ അടുത്ത് എഴുതി കാണിക്കാം. സോ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് മാറ്റേഴ്സ് അ ലോട്ട്. ഇങ്ങനെയെല്ലാം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ സി ഫോർ മെയിൻസ് ആയിട്ട് മെയിൻസിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. യു ഹാവ് ടു റൈറ്റ് ആൻഡ് നോട്ട്. ഡെയിലി 3 മണിക്കൂർ ഇരുന്ന് എഴുതുക. ദാറ്റ്സ് വൺ തിങ് യു ഹാവ് ടു ഡു ആഫ്റ്റർ ഫിഡൽ. ബെസ്റ്റ് ടെസ്റ്റ് സീരീസ് ഫോർ ആന്ത്രപ്പോളജി എന്നൊരു ടെസ്റ്റ് സീരീസ് ഇല്ല, ടു ബി വെരി ഓണസ്റ്റ്. ബിക്കോസ് ആന്ത്രപ്പോളജി 2024 പേപ്പർ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. കംപ്ലീറ്റ്ലി അൺകൺവെൻഷണൽ ആയിരുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ ഫൈനൽ റിസൾട്ട്സ് ഞാനും മാർക്സ് എക്സസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ നെവർ എക്സ്പെക്ടഡ് മൈ റാങ്ക് വിൽ ബി 755. ഐ തോട്ട് മൈ റാങ്ക് വിൽ ബി അറൌണ്ട് 200 സംതിങ്. ബട്ട് ആന്ത്രപ്പോളജി കാരനാണ് അതിന്റെ മാർക്ക് കുറഞ്ഞത്. ആൻഡ് ബേസ്ഡ് ഓൺ മൈ സർക്കിൾ ആൻഡ് ആന്ത്രപ്പോളജി പ്രിലിംസ് മെയിൻസ് അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സ്, ഇന്റർവ്യൂ വന്ന കാൻഡിഡേറ്റ്സ് എല്ലാവരുടെയും ഫൈനൽ റിസൾട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആന്ത്രപ്പോളജി ഹാസ് ബീൻ കട്ട് ഔട്ട് ദിസ് ടൈം, റൈറ്റ്? സോ ആന്ത്രപ്പോളജിയിൽ കുറച്ച് എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമുണ്ട് ഇഫ് യു ആർ അറ്റൻഡിങ് ഫോർ നെക്സ്റ്റ് ഇയർ. സോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈ കോച്ചിങ് മെറ്റീരിയൽസ് ഒന്നും ഡിപ്പെൻഡ് ചെയ്യാം ഫോർ ബേസിക് മെറ്റീരിയൽ. ബട്ട് വാല്യൂ അഡീഷൻ നിങ്ങൾ ചെയ്യണം. സോ ദാറ്റ് ഇസ് വൺ തിങ്. ആൻഡ് ടെസ്റ്റ് സീരീസ് ഞാൻ ജോയിൻ ചെയ്ത ടെസ്റ്റ് സീരീസ് ഏതാണെന്ന് വെച്ചാൽ ലെവലപ്പിന്റെ ടെസ്റ്റ് സീരീസ് ഈസ് ഗുഡ്. സോ ഐ മീൻ അറ്റ്ലീസ്റ്റ് ദെയർ ക്വസ്റ്റ്യൻസ് ആർ ഗുഡ്. മറ്റുള്ള ടെസ്റ്റ് സീരീസ് ഒന്നും എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. സോ ഐ വോണ്ട് സജസ്റ്റ് എനിത്തിങ്. ഈവൻ ലെവലപ്പ് പോലും എവാലുവേഷൻ ഇസ് നോട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് UPSC. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷണൽ എവാലുവേഷൻ കീപ്സ് ചേഞ്ചിങ്, ട്രെൻഡ് കീപ്സ് ചേഞ്ചിങ് എവറി ഇയർ. സോ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ആ ലെവലിൽ നമുക്ക് എവാലുവേറ്റ് ചെയ്ത് തരുമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, എസ്പെഷ്യലി ഫോർ ഓപ്ഷൻ. ബട്ട് ഞാൻ ജോയിൻ ചെയ്ത ടെസ്റ്റ് സീരീസ് ലെവലപ്പ് ആണ് ആൻഡ് ഇറ്റ് ഇസ് ഗുഡ്. സോ ദാറ്റ്സ് വാട്ട് ഐ വുഡ് സജസ്റ്റ്. ഓക്കെ, മാത്യു, ഇന്റർവ്യൂ എക്സ്പീരിയൻസ് വാസ് വെരി ഗുഡ്. സി ഇന്റർവ്യൂ എൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആണ്. എനിക്കറിയാം എനിക്ക് മെയിൻസിൽ അത്ര ഹൈ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. വൺ റീസൺ ഞാൻ വലിയ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ്, ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള പോയിന്റ്സ് എഴുതിയാൽ മാത്രമേ നമുക്ക് എക്സ്ട്രീംലി ഗുഡ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഐ ഡോണ്ട് റിമെമ്പർ എ ലോട്ട് ഓഫ് ഫാക്ട്സ്. സോ അതെന്റെ ഒരു നെഗറ്റീവ് ആണ്. സോ എനിക്കറിയാം ഞാൻ മെയിൻസിൽ അത്ര അധികം സ്കോർ ചെയ്യില്ല. ബട്ട് ഐ വാസ് വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ഇന്റർവ്യൂ ബിക്കോസ് മൈ സ്പീക്കിംഗ് സ്കിൽസ് ആർ ഗുഡ്. ആൻഡ് ഞാൻ കാൻഡിഡേറ്റ്സിന് പ്ലേസ്മെന്റ് ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഐ എം പ്രിറ്റി ഗുഡ് ഇൻ ഇന്റർവ്യൂ. സോ ഇന്റർവ്യൂ വാസ് ഫൈൻ. ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി എൻ്റെ പ്ലേസ് ഓഫ് ബർത്ത് കേരള ആയതുകൊണ്ട് മോസ്റ്റ്ലി കേരളത്തിനെ കുറിച്ച് ഉള്ള ക്വസ്റ്റ്യൻസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ അൺഎംപ്ലോയ്മെന്റ് എന്തുകൊണ്ടാണ് അധികം ഉള്ളത്? കേരളത്തില് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ഇല്ല, വാട്ട് ഇസ് ദ റീസൺ? ആൻഡ് മൈ സ്റ്റഡീസ് ആൻഡ് എവറിഥിങ് വാസ് ഇൻ തമിഴ്നാട്. സോ അവര് കേരള തമിഴ്നാട് രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആൻഡ് മൈ ഹോബി ഈസ് വാച്ചിങ് പാരലൽ സിനിമ. സോ പാരലൽ സിനിമ പറഞ്ഞാൽ എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ പാരലൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ മൂവി ഏതാണ്? And they even asked about Mammootty and Mohanlal, who are the two big gems of Kerala. ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മമ്മൂട്ടി 74 years old. അമിതാഭ് ബച്ചൻ is also around the same age. But Mammootty can act as a hero at this point, but Amitabh Bachchan couldn't. So what is the reason behind it? Right? So ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ വാസ് വെരി ഗുഡ്. ആൻഡ് ജസ്റ്റ് ഇപ്പോ ഒരു 1 hour മുന്നിലാണ് മാർക്ക് ഷീറ്റ് റിലീസ് ആയത്. ആൻഡ് ഐ ഗോട്ട് 185 ഇൻ ഇന്റർവ്യൂ, സോ വിച്ച് ഇസ് എ ഗുഡ് മാർക്ക്. ഗിവൻ ദാറ്റ് എനിക്ക് ഇത്രയും ഗ്യാപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് ഐ എക്സ്പെക്ടഡ് ദാറ്റ് മാർക്സ് കുഡ് ബി എ ലിറ്റിൽ ലെസ്. ബട്ട് ബേസ്ഡ് ഓൺ ദ ഇന്ററാക്ഷൻ ആൻഡ് എവറിത്തിങ് ഇന്റർവ്യൂവിൽ നല്ല മാർക്ക് ഉണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്.
ഇന്റർവ്യൂ എക്സ്പീരിയൻസ് വാസ് എക്സലന്റ്. ഷഹീർ, ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ടെൽ മീ, ഞാൻ അതിനെ കുറിച്ചും പറയാം, ബിക്കോസ് ഐ ഹാവ് ലൈക്ക് 5-10 minutes ടൈം. ഓക്കെ ഫൈൻ. ഇപ്പൊ നമ്മുടെ ഹലോ യെസ്, യാ യെസ്. യാ ഹരി, ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിനുള്ള ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലൈക്ക് കറണ്ട് അഫയേഴ്സ് ആണ്. ഈ ഒരു ലാസ്റ്റ് മിനിറ്റ്സിൽ ഓക്കെ. വെൻ ദേ ലുക്ക് ബാക്സ് ദർ ഇസ് ലൈക്ക് എ ലോട്ട് ഓഫ് കറണ്ട് അഫയേഴ്സ് ഇസ് ദേർ. അപ്പം അത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള ഒരു സ്ട്രെസ് സ്റ്റുഡൻസിന്റെ അടുത്തുണ്ട്. കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടില്ല, ഇനി പഠിക്കണം. കാരണം ഈ ഒരു ലാസ്റ്റ് 30 മിനിറ്റ്സ് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് തന്നെ അറിയാലോ. ലൈക്ക് ഈവൻ വെറ്ററൻസ് ആണെങ്കിൽ പോലും ആ ഒരു ലാസ്റ്റ് 30 മിനിറ്റ്സ് നമ്മുടെ ഉള്ളിൽ പോലും ഒരു പേടിയായിരിക്കും പ്രിലിംസ് എക്സാമിനേഷൻ വരുന്ന സമയത്ത്. സോ വാട്ട് വി ഹാവ് ടു ഡു? സി, ഇപ്പോ ടൈം കുറച്ചാണ് ഉള്ളത്. സോ ഐ ഡോണ്ട് നോ. നിങ്ങൾ എന്തൊക്കെയാണോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അത് തന്നെ റിവൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആൻഡ് മേ ബി യു ക്യാൻ ഗോ ഫോർ എ ഇയർലി കമ്പൈലേഷൻ, റൈറ്റ്? ഇയർലി കമ്പൈലേഷൻ നിങ്ങളുടെ അടുത്ത് ഉണ്ട്. ഫോർ എക്സാമ്പിൾ വിഷൻ 365, അല്ല നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ ഇയർലി കമ്പൈലേഷൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് to go for that and read it very well. Selected subjects, at least economy, environment, science and tech, um, പിന്നെ വേറെ എന്താണ്, ഇക്കോണമി, എൻവയൺമെന്റ്, സയൻസ് ആൻഡ് ടെക്. ഇപ്പോൾ റീസെന്റ് ടൈമിൽ ഈവൻ ജോഗ്രഫിയിൽ പോലും കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ജോഗ്രഫി യു ക്യാൻ ഗോ. സോ കറണ്ട് അഫയേഴ്സ് ഹെവി ആയിട്ട് വരുന്ന സബ്ജക്ട് ഏതാണ് എന്ന് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ഇയർലി കമ്പൈലേഷൻ ഒരു ഫാസ്റ്റ് പേസ് ആയിട്ട് നോക്കുന്നത് നല്ലതാണ്. ബട്ട് അഗെയിൻ സി, കറണ്ട് അഫയേഴ്സ് ഇസ് ലൈക്ക് എ ഓഷൻ. സോ നമ്മൾ എത്ര പഠിച്ചാലും അത് കഴിയില്ല. ഇറ്റ് വിൽ കീപ് ഗോയിങ് ഓൺ. സോ യു നീഡ് ടു നോ എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണം. സോ എന്നെ ചോദിച്ചാൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ യു ക്യാൻ ജസ്റ്റ് റീഡ് വൺ ടൈം, റൈറ്റ്? പഠിച്ചത് എക്സാമിന് വരുവാണെങ്കിൽ ഇറ്റ്സ് യുവർ ലക്ക്. ആൻഡ് ഓപ്ഷൻസ് വെച്ചിട്ട് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തിട്ട് പോവാം. But the better thing is to make your static part very strong. അത് റിലയബിൾ ആയിരിക്കും. So, that's what. റീഡിങ് കറണ്ട് അഫയേഴ്സ് മാഗസീൻസ്, കറണ്ട് അഫയേഴ്സ് മാഗസീൻസ് നിങ്ങൾ റീഡ് ചെയ്യാം. ഞാനും എൻ്റെ മുന്നേ പ്രിപ്പറേഷൻ ടൈമിലെല്ലാം ഞാൻ കറണ്ട് അഫയേഴ്സ് മാഗസീൻ റീഡ് ചെയ്യാറുണ്ട്. മന്ത്ലി മാഗസിൻസ്, നോട്ട് ദിസ് സ്മോൾ കമ്പൈലേഷൻസ് എന്നോ. മന്ത്ലി മാഗസിൻസിൽ കുറച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ ഞാൻ അത് റീഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പോ ഇൻ ദ ലാസ്റ്റ് പോയിന്റ് അത് അഡ്വൈസബിൾ അല്ല. ഭയങ്കര ഹെവി ആയിപ്പോയി. ബട്ട് നിങ്ങൾ ത്രൂ ഔട്ട് ദ പ്രിപ്പറേഷൻ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ്, ഇറ്റ് ഈസ് റിയലി ഗുഡ്. യു ക്യാൻ ഡു ദാറ്റ്. ആൻഡ് ഹരി, വൺ മോർ തിങ്. ജസ്റ്റ് നമുക്കറിയാം ടോപ്പേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ എക്സാം ക്ലിയർ ചെയ്ത ഒരുപാട് ആളുകളിൽ നിന്നുള്ള ഇൻപുട്ട് ഉപയോഗിച്ചിട്ടാണ് നാം നമ്മുടെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാറുള്ളത്. അപ്പം ഹരിയുടെ ലാസ്റ്റ് 30 days റൈറ്റ്. എങ്ങനെയായിരുന്നു? ലൈക്ക് ടോട്ടൽ സബ്ജക്ട്സിന് എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതുപോലെ ദ ഡേ ബിഫോർ എക്സാം, ലൈക്ക് ഇറ്റ് ഇസ് വെരി വെരി ക്രൂഷ്യൽ. ഡേ ബിഫോർ ഓക്കെ. എക്സാം വാട്ട് യു ഡിഡ്? റൈറ്റ്. സോ ലാസ്റ്റ് 30 days ഞാൻ എന്താണ് ചെയ്യുക ജനറൽ ആയിട്ട്? ഐ വിൽ ജസ്റ്റ് ടേക്ക് ദ കോർ സബ്ജക്ട്സ്. സോ പോളിറ്റി, ജോഗ്രഫി, ഇക്കോണമി, മോഡേൺ ഹിസ്റ്ററി. അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഫാസ്റ്റ് റിവിഷൻ അല്ല, ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഒരു റിവിഷൻ ചെയ്യണം, റൈറ്റ്? ആൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട്സ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. സോ അത് ഒന്ന് റിവൈസ് ചെയ്യണം. ആൻഡ് അധികം ടെസ്റ്റ് ഒന്നും എടുക്കില്ല. ലാസ്റ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതെല്ലാം ഓക്കെയാണ്, ബട്ട് യു ഷുഡ് ഡു ഇറ്റ് എ ലിറ്റിൽ ഏർലിയർ. ലാസ്റ്റ് ടൈമിൽ നമ്മൾ ടെസ്റ്റ് കുറെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൽ മാർക്ക് കുറഞ്ഞു പോകുമ്പോൾ യു വിൽ ഫീൽ എ ലിറ്റിൽ ഡീമോട്ടിവേറ്റഡ്. സോ ഞാൻ PYQs നോക്കും. ലാസ്റ്റ് 5 to 6 years or 10 years PYQs ഒരു പ്രാവശ്യം ഐ ജസ്റ്റ് ഗോ ത്രൂ എവറിത്തിങ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സിന്റെ ഒരു ഡീറ്റെയിൽഡ് റിവിഷൻ. ആൻഡ് കറണ്ട് അഫയേഴ്സിൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള നോട്ട്സിന്റെ ഒരു റിവിഷൻ, റൈറ്റ്? സോ ദിസ് ഇസ് ഓൾ ഐ ഡു. ആൻഡ് ലാസ്റ്റ് 1 week ഞാൻ അധികം സ്ട്രെസ് ചെയ്യില്ല. ഐ വിൽ കം ടു എ കൺക്ലൂഷൻ ദാറ്റ് എന്തൊക്കെ പഠിച്ചോ അത് പഠിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ബി കൂൾ, ബി റിലാക്സ്. സോ ഐ വിൽ നോട്ട് ഈവൻ സ്പെൻഡ് മച്ച് ടൈം. മേ ബി 5 to 6 hours ഒരു ദിവസം പഠിക്കും ലാസ്റ്റ് 1 week. ആൻഡ് ലാസ്റ്റ് ഡേ ബിഫോർ എക്സാം ഐ ജനറലി ഡോണ്ട് സ്റ്റഡി.
ഒന്നും നോക്കില്ല. ഐ ജസ്റ്റ് വേറെ സിറ്റിയിലാണ് എന്റെ എക്സാം സെന്റർ എന്ന് വെച്ചാൽ അവിടെ പോകും. ഐ ജസ്റ്റ് സ്റ്റേ സംവേർ, ദാറ്റ്സ് ഇറ്റ്. ഐ വോണ്ട് സ്ട്രെസ്. സോ ദാറ്റ്സ് വാട്ട് യു ഷുഡ് നോട്ട് ബി സ്ട്രെസ്. സ്ട്രെസ് ഇല്ലാതെ ഇരിക്കുന്നതായിരിക്കും one of the most important factor to clear the exam. That's what I feel. Because see, നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് 1 year or 2 years you have been preparing. So എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട്. ബട്ട് നിങ്ങൾ സ്ട്രെസ് ആകുമ്പോഴോ ടെൻഷൻ ആകുമ്പോഴാണ് കാര്യങ്ങൾ മറക്കുന്നത്. നിങ്ങൾ സ്ട്രെസ്സോ ടെൻഷനോ ഇല്ലാതെ ഇരുന്ന് പ്രിലിംസ് അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ മേ ബി ഫസ്റ്റ് പ്രാവശ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടാവില്ല. യു ക്യാൻ ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് മൂവ്. ബട്ട് നെക്സ്റ്റ് ടൈം നിങ്ങൾ തിരിച്ചു വന്നിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ. മേ ബി അഗൈൻ വൺ മോർ ടൈം വെൻ യു റീഡ് ഇറ്റ് യു വിൽ ഗെറ്റ് എ ഗുഡ് ഐഡിയ ആൻഡ് യു ക്യാൻ ഗോ ആൻഡ് എലിമിനേറ്റ് things and you can come up with a conclusion. So stress padilla, that's a very important factor. Sumaya, I'm a beginner, so please tell me tips to focus. Focus, focus എന്ന് പറഞ്ഞാൽ എന്താണ്? ടു പ്രിപ്പയർ, പ്രിപ്പറേഷന്റെ ഫോക്കസ് ആണോ പറയുന്നത്? I mean, if you want to focus, you have to just sit and prepare. Like, see, the thing is, deviate ആവാൻ പാടില്ല. That's the most important point. ആൻഡ് നിങ്ങൾക്കായിട്ട് ടാർഗറ്റ് വെക്കുക. സോ ഡെയിലി ടാർഗറ്റ് വേണം. ഇന്ന് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. വീക്ക്ലി ടാർഗറ്റ് വേണം. ആൻഡ് മന്ത്ലി ടാർഗറ്റ് വെക്കണം. സോ ദിസ് ഇസ് സംതിങ് യു നീഡ് ടു മേക്ക് എ പ്രോപ്പർ ഷെഡ്യൂൾ. ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇത് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക. അത് റെഗുലർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ യു ഷുഡ് ഗിവ് സം എക്സ്ട്രാ ടൈം നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം കുറച്ച് എക്സ്ട്രാ സമയം കൊടുത്തിട്ട് അത് പ്രീവിയസ് ഡേന്റെയും അടുത്ത ദിവസത്തിന്റെയും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. സോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ കീപ് യുവർ ഫോക്കസ് ഓൺ. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് മെയിൻസ് ലെസ് ആണ്, ലിയ. ഇറ്റ് ഈസ് വെരി ലെസ്. ഓക്കെ, യു ആർ ഫ്രം ബോട്ടണി ബാക്ക്ഗ്രൗണ്ട്, ഇറ്റ് ഈസ് റിയലി ഗുഡ്. സോ ലെസ് ആണ്. ബട്ട് സി അഗൈൻ പ്രിലിംസിൽ നല്ല കട്ട് ഓഫ് വേണം, റൈറ്റ്? സോ പ്രിലിംസിൽ നല്ല കട്ട് ഓഫ് കിട്ടുവാണെങ്കിൽ യു ഹാവ് വെരി ഗുഡ് ചാൻസ് ഓഫ് ക്ലിയറിംഗ് IFOS. സിലബസും കുറവാണ്, കോമ്പറ്റീഷൻ കുറവാണ്, ഇന്റർവ്യൂ അത്ര ഹെക്ടിക് അല്ല, ഭയങ്കര കൂൾ ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. സോ ഇറ്റ് ഈസ് കമ്പാരറ്റീവ്ലി ഈസി. NCERT, ഏൻഷ്യന്റ് മെഡിവൽ ജോഗ്രഫി മൂന്നിനും NCERT സഫീഷ്യന്റ് ആണ്. ബട്ട് ഒരു NCERT മിസ് ചെയ്യാൻ പാടില്ല. ഓൾഡ് ന്യൂ NCERT. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഓൾഡ് NCERT, ന്യൂ NCERT രണ്ടും വായിക്കണം. ജോഗ്രഫി എന്ന് പറയുമ്പോൾ 6th to 12th കംപ്ലീറ്റ് NCERTs യു ഷുഡ് ബി റീഡിങ്. സോ ഇഫ് യു ആർ thorough with that, then you are there. സോ അതുപോലെ തന്നെ ഹരി, ലൈക്ക് എന്റെ സൈഡിൽ നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ടിപ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് റോട്ടൻ ടൊമാറ്റോസ്, അത് ലൈക്ക് ടു ലൈക്ക് മ്യൂച്വലി കോൺഫ്ലിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, എക്സ്ട്രീം വേർഡ്സ്. സോ ഡു യു ആക്ച്വലി തിങ്ക് ലൈക്ക് ഈസ് ദിസ് ട്രിക്സ് ആർ റെലവെന്റ് ഈവൻ ടുഡേ? അതായത് 2023 വാസ് എ എക്സെപ്ഷൻ, ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് വെൻ ഇറ്റ് കംസ് ടു 2024 ഇപ്പോഴും അത് റെലവെന്റ് ആണോ? റെലവെന്റ് ആണ്. ബട്ട് മുന്നേ ഉണ്ടായിരുന്ന അത്ര റെലവെന്റ് അല്ല. എന്താന്ന് വെച്ചാല് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അധികം വരുന്നുണ്ട്. സോ 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അതിൽ എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ എലിമിനേഷൻ ചെയ്യുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ബിക്കോസ് യു നീഡ് ടു നോ അബൌട്ട് ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റ്മെന്റ്, റൈറ്റ്? സോ ബട്ട് ദെൻ സി, സോ ഐ വിൽ ടെൽ യു ഹൗ ഐ സോൾവ് ദ ക്വസ്റ്റ്യൻ, റൈറ്റ്? ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും. ഐ വിൽ ഡു വൺ ഗുഡ് റീഡിങ് ആൻഡ് എനിക്ക് 100% കോൺഫിഡന്റ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ അപ്പം തന്നെ മാർക്ക് ചെയ്യും, റൈറ്റ്? ആൻഡ് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഐ വിൽ ജസ്റ്റ് ലീവ് ഇറ്റ് ആൻഡ് ഗോ. ആൻഡ് 2 ഓപ്ഷനിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാൻ നിൽക്കുവാണ് എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യന്റെ നമ്പർ ഞാൻ റഫ് പേജിൽ നോട്ട് ചെയ്ത് വെക്കും. സോ ഫസ്റ്റ് റൗണ്ട് ഐ വിൽ ഫിനിഷ് ഇൻ അറൌണ്ട് 45 minutes, റൈറ്റ്? So first round maybe I'll be knowing around 25 to 30 questions complete ആയിട്ട്. So around 25 to 30 questions I am 100% sure. So ഇവിടെ എൻ്റെ മാർക്സ് നല്ല ഹൈ ആയിരിക്കും. സോ അറൌണ്ട് 30 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ ഐ ക്യാൻ ബി ഷുവർ ദാറ്റ് അറൌണ്ട് 25 ഓഫ് ദാറ്റ് വിൽ ബി കറക്റ്റ്, റൈറ്റ്? സോ ഇത് ഫസ്റ്റ് റൗണ്ട് കഴിയും. സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുമ്പോൾ
questions where I am confused with two options. രണ്ട് ഓപ്ഷൻസിൽ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് എടുക്കുക, അതില് എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. സോ ചാൻസ് ഇല്ല, എന്ത് ചെയ്തിട്ടും എനിക്ക് രണ്ട് ഓപ്ഷനിൽ കൺഫ്യൂസ് ആയി നിൽക്കുവാണ് എന്ന് വെച്ചാൽ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക. അതായത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ അത് മോസ്റ്റ്ലി ഇൻകറക്റ്റ് ആയിരിക്കും. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അത് മോസ്റ്റ്ലി ഇൻകറക്റ്റ് ആയിരിക്കും. ജനറൽ ആയിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാൻ ഡു ദിസ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു അഞ്ചാറ് ഓപ്ഷൻസ് കൊടുക്കുവാണെങ്കിൽ മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി കറക്റ്റ്, ബിക്കോസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ് ഇവോൾവിംഗ്, സോ യു കനോട്ട് റെസ്ട്രിക്ട്. എന്ത് പറഞ്ഞാലും യു ക്യാൻ, എന്ത് ഓപ്ഷൻസ് കൊടുത്താലും യു ക്യാൻ ടെൽ ദാറ്റ് ഇറ്റ് മൈറ്റ് ബി ഏബിൾ ടു ഡു ഇറ്റ്. സോ ഇങ്ങനത്തെ എലിമിനേഷൻ ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്യാം ഫോർ ക്വസ്റ്റ്യൻസ് വേർ യു ആർ കൺഫ്യൂസ്ഡ് വിത്ത് ടു ഓപ്ഷൻസ്. ആൻഡ് ഈ ടു ഓപ്ഷൻസിൽ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അറ്റൻഡ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ സീ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത് എന്ന്. സോ ഇഫ് ഐ ഹാവ് അറ്റൻഡഡ് അറൌണ്ട് 80 ക്വസ്റ്റ്യൻസ് ഓൾറെഡി, ഐ ഡോണ്ട് വോണ്ട് ടു ടേക്ക് മോർ റിസ്ക്. റൈറ്റ്, 80 to 85 is a safe number of attempts. ബട്ട് എന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ് എന്ന് വെച്ചാൽ ദെൻ ഐ നീഡ് ടു ടേക്ക് എ ലിറ്റിൽ എക്സ്ട്രാ റിസ്ക്. സോ ഞാൻ ഏത് ക്വസ്റ്റ്യൻസിലാണോ എനിക്ക് കോൺഫിഡൻസ് ലെവൽ കുറച്ചധികം ഉള്ളത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് അത് അറ്റൻഡ് ചെയ്യും. അവിടെ പോയിട്ട് ഞാൻ എലിമിനേഷൻ മെത്തേഡ് എല്ലാം അപ്ലൈ ചെയ്തിട്ട് ഐ വിൽ ട്രൈ ടു മേക്ക് മൈ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ടു അറൌണ്ട് 80 to 85. അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എക്സ്ട്രാ റിസ്ക് എടുക്കില്ല. ആൻഡ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ എനിക്ക് ഒരു ഓപ്ഷനും അറിയില്ല, എല്ലാ ഓപ്ഷനും കൺഫ്യൂസിംഗ് ആയിട്ട് ഇരിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐ വിൽ നോട്ട് ടച്ച് ദാറ്റ് ക്വസ്റ്റ്യൻ. അതിൽ റോങ് ആവാനുള്ള ചാൻസസ് it's very high. So I generally avoid such questions. So that's all. So elimination methods relevant ആണ്. You should know about it because നമ്മളൊന്നും പറയാൻ പറ്റില്ല. മേ ബി 2025 ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയിട്ട് മോസ്റ്റ്ലി എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ വാട്ട് വിൽ യു ഡു? സോ ഇറ്റ്സ് ബെറ്റർ ടു നോ ഓൾ എനിത്തിങ് So, എൽസ് എനിവൺ. yeah, okay. So it's like we are in the last minute. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതോ അല്ലെങ്കിൽ ഫിലിംസ് റിലേറ്റഡ് ആയിട്ട് അറിയേണ്ടതോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ദേ ക്യാൻ ആസ്ക്. ആർക്കും പ്രത്യേകിച്ച് ഡൗട്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വി വിൽ ബി വൈൻഡിങ് അപ്പ്. We Because can. yeah, sir, can I tell that at present, sir, he is waiting in a airport. Okay, sir, ഒരു എയർപോർട്ടിലാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ക്രൂഷ്യൽ ടൈമിലും he is with us. Okay, so you can just ask him anything. We cannot waste his time too much. So just go and ask. എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു കൻ ജസ്റ്റ് ആസ്ക് മീ. ആൻഡ് ഈവൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യണം, എന്തെങ്കിലും പ്രശ്നമുണ്ട് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ചാറ്റിൽ. ബിക്കോസ് ഞാൻ ഐ സി മെന്ററിങ് സ്റ്റുഡൻസ് ആൻഡ് ഗൈഡിങ് സ്റ്റുഡൻസ് ഈസ് മൈ പാഷൻ. ഞാനത് കുറേ കാലമായി ചെയ്യാൻ തുടങ്ങിയിട്ട് 2019 സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് ഐ ഹവ് ബീൻ ഡൂയിങ് ഇറ്റ് റെഗുലർലി. സോ ജസ്റ്റ് ഡോണ്ട് കോൾ മീ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സി മോസ്റ്റ് ഓഫ് ദ തിങ്സ് നിങ്ങൾക്ക് മെന്റേഴ്സ് ഉണ്ടാവും, ദേ വിൽ റിസോൾവ് ഇറ്റ്. ഇൻ കേസ് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്തെങ്കിലും വേണമെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഡ്രോപ്പ് എ മെസ്സേജ്, റൈറ്റ്? ആൻഡ് ഞാൻ ഫ്രീ ആണെങ്കിൽ ഐ വിൽ റിപ്ലൈ ഇമീഡിയറ്റ്ലി. ആൻഡ് ഇഫ് ഐ എം ടോട്ടലി ഫ്രീ ഐ വിൽ ഗിവ് എ കോൾ ഓൾസോ, right? So I do this for a lot of students and I keep guiding students. So that is something it's like a hobby for me. So you can take it. But just that, don't call directly, just drop a message in that case. Right. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, else we can end this. Oh, okay, sir. Thank you. Thanks a lot. So that Thank was a you. kind Thank gesture. you. Oh, Thank you so much, Shahir, and thank you all. And I really wish you all will clear. Do not stress yourself. Be very cool. Prelims is not that difficult. Mains difficult ആണ്, but prelims അത്ര difficult അല്ല. So just keep that in mind. ഇത്രയും കാലം പഠിച്ചത് നിങ്ങൾക്ക് ഹെൽപ്പ് ആകും എന്ന് ഞാൻ വിഷ് ചെയ്യുന്നുണ്ട്. And I hope all of you will clear uh, this year exam. Right? All the best. All the best. So I will close now. Shahir, close it. yes, sir. I You mean, can. shall I leave? Okay. Okay. Thank you, everyone, for joining. Thank you.